ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജസ്റ്റ് പോസ്റ്റ് മാർക്കറ്റിൽ ഇന്ന് എന്താ സംഭവിച്ചതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ലെവലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വീക്കിലി അനാലിസിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇത് പോസ്റ്റ് മാർക്കറ്റ് ചെയ്യാനുള്ള കാരണം ഇന്ന് സംഭവിച്ചൊരു ഡെവലപ്മെൻറ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്, ഞാൻ ചാർട്ടിനകത്തിൽ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇത് പോസ്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത്. ഞാൻ ചെയ്യത്തില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ എന്താണ് പറഞ്ഞത്? ഇന്നലെ നമ്മൾ പറഞ്ഞത് 12,700 മാക്സിമം പോകാൻ പോകുന്ന ലെവൽ. അതിന് മുകളിൽ പിന്നെ എന്ത് വേണം അന്നേരം ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ അന്നേരത്തെ സ്ട്രക്ചർ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു, അഥവാ ഗ്യാപ്പ് അപ്പ് ഇവിടെ ഇതിനകത്ത് തന്നെ ഓപ്പൺ ചെയ്യുമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചതിന് ശേഷം താഴെ നമ്മളൊരു ബേസ് ലൈൻ വരച്ചായിരുന്നത് ഇല്ലേ? ആ ബേസ് ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ച് കയറി പോകാൻ സാധ്യതയുണ്ടെന്ന് ഇന്നലെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ട്രേഡിന് വേണ്ടി നമ്മളിങ്ങനെ നോക്കിയിരുന്നു. ഇതിപ്പം ഗ്യാപ്പ് അപ്പ് ഇവിടെ വന്നു, എന്നിട്ട് പിന്നെയും മാർക്കറ്റ് താഴോട്ട് വരാതെ മാർക്കറ്റ് നേരെ മുകളിലോട്ടാണ് പോയത്. മുകളിലോട്ട് പോയി എക്സാക്റ്റ് നമ്മൾ പറഞ്ഞ 12,700 പോയിട്ട് മാർക്കറ്റ് തിരിച്ചു വന്നു. പക്ഷെ തിരിച്ച് വന്നപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻറ്റ് ഇല്ലായിരുന്നു അതിൽ. മാർക്കറ്റ് തിരിച്ച് കയറും എന്നൊരു ഒരു വിശ്വാസമായിരുന്നു എനിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു സിഗ്നൽ ഇവിടെ കാണിച്ചു. ആദ്യം റെഡ് വന്നെങ്കിൽ പിന്നീട് ഗ്രീൻ വന്നു. അപ്പോൾ എനിക്കിവിടെ ഒരു കോൺഫിഡൻറ്റ്, ഒരു ട്രേഡ് എടുക്കാനുള്ളൊരു കോൺഫിഡൻറ്റ് ഇല്ലായിരുന്നു. മാർക്കറ്റ് ഇത്രയും പൊട്ടി വീഴും എന്നൊരു ധാരണ എനിക്ക് വിശ്വാസം വന്നില്ല. കാരണം നിഫ്റ്റിയൊക്കെ നല്ല സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇത് മാർക്കറ്റ് താഴോട്ട് നല്ല പെട്ടെന്നൊരു റിവേഴ്സൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം അടിച്ചു പോകും, നമ്മുടെ ട്രേഡ് മുഴുവൻ കുളമായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു ട്രേഡ് എടുക്കാഞ്ഞതിൻ്റെ മെയിൻ ഉദ്ദേശം അത് തന്നെയാണ്. കാരണം നമുക്കൊരു കോൺഫിഡൻറ്റ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെയിറ്റ് ചെയ്യും, നമുക്ക് നോക്കാം. കാരണം മാർക്കറ്റ് എവിടെയെങ്കിലും ഒന്ന് സസ്റ്റെയിൻ ചെയ്യണം, ഒന്ന് സെറ്റ് ഓഫ് ആയിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ സെറ്റിലായി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു ട്രേഡിനെ പറ്റി ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്, കാരണം ഇവിടെ 12,700 റെസിസ്റ്റൻസ് എടുത്തിട്ട് മാർക്കറ്റ് നേരെ തിരിച്ചു വന്നെങ്കിലും ഏത് നിമിഷം ഒരു റിവേഴ്സൽ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു ഈ ഏരിയയിൽ നിന്ന് എവിടുന്നെങ്കിലും. അതുകൊണ്ടാണ് അവിടെ ഒരു ട്രേഡ് എടുക്കാഞ്ഞത്. കാരണം അങ്ങനെ റിവേഴ്സൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് ഹ്യൂജ് ലോസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പെട്ടെന്നൊരു സ്പൈക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലപോലെ 10-20 പോയിൻ്റൊക്കെ ചിലപ്പോൾ ഒറ്റയടിക്ക് ഇരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്തത്. അപ്പം നമുക്കിവിടെ ഒരു താഴെ ഒരു ബേസ് ലൈൻ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ബേസ് ലൈൻ വരെ വെയിറ്റ് ചെയ്യാനുള്ള കാരണം ഇതാണ്. ഇവിടെ ഒരു സപ്പോർട്ട് പ്രീവിയസ്ലി നമ്മൾ ഇന്നലെ വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ്ലി ഇവിടെ ഒരു സപ്പോർട്ടിനുള്ള പല പ്രാവശ്യം സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മാർക്കറ്റ് പിന്നെ ശരിക്കും ഈ ബേസ് ലൈൻ പൊട്ടിച്ച് താഴോട്ട് വന്നു. അപ്പം ഈ ബേസ് ലൈൻ ഇവിടെ വെച്ചാണ് ഞാൻ ഇവിടെ ട്രേഡ് തന്നത് അല്ലേ? ട്രേഡ് തന്നു. SL നമുക്ക് ക്ലോസിംഗ് ബേസിസിൽ പറഞ്ഞു. ഓക്കെ, ഇതിന് ശേഷം മാർക്കറ്റ് താഴോട്ട് പോയപ്പോൾ ഞാനും ഒന്ന് ശങ്കിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഈ ക്ലോസിംഗ് ബേസിസിൽ ഒരിക്കലും സ്റ്റോപ്പ് ലോസ് അടിച്ചില്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ക്ലോസിംഗ് ബേസിസിലായിരിക്കും. പക്ഷേ ഇത് ഇവിടെ വന്ന് ഇത്രയും താഴെ വന്നിട്ട് മാർക്കറ്റ് അത്രയും തന്നെ തിരിച്ച് കയറിപ്പോയി. ഇവിടെ ഗ്രീനിലാണ് ഇവിടെ ക്ലോസ് ചെയ്തത്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്തോ അർത്ഥമാക്കുന്നത്, ഇവിടെ ബൈ ആക്റ്റീവായി എന്നാണ് നമ്മളതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത്രയും മാർക്കറ്റ് താഴെ വന്നിട്ടും അവിടെ ഒരു ബയേഴ്സ് അവിടെ ആക്റ്റീവായിട്ട് ഈ മാർക്കറ്റിനെ തിരിച്ച് മേലോട്ട് കയറ്റിക്കൊണ്ട് പോയി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കൺഫർമേഷനായി ഇവിടെ നമുക്ക് മാർക്കറ്റ് മേലോട്ട് പോകും എന്നുള്ള കാര്യത്തിനകത്തിൽ ഒരു ഉറപ്പായി. അതുകൊണ്ടാണ് വളരെ കൂളായിട്ടും പലരും മെസ്സേജ് അയച്ചിട്ട് ഞാൻ അനങ്ങാതിരുന്നതിൻ്റെ കാര്യം ഇതാണ്. മാർക്കറ്റ് തിരിച്ച് മേലോട്ട് കയറിപ്പോകുന്നുള്ള 100% ഉറപ്പായിരുന്നു. കാരണം ഇവിടെ പിന്നെ ഒരു കൺസോൾട്ടേഷനാണ്. അതായത് നമ്മൾ മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് കയറാൻ വേണ്ടി ഒരു ബേസ് ഉണ്ടാക്കുകയാണ്. മനസ്സിലായോ? ആ ബേസ് ഉണ്ടാക്കിയതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് പതുക്കെ ഗ്രാജുവലി മേലോട്ട് കയറി പോകാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് നമ്മുടെ അങ്ങോട്ട് 65 വരെ വന്നു. 60 നമ്മൾ സ്റ്റോപ്പ് ലോസ് പറഞ്ഞ് 58 വരെ എങ്ങാണ്ട് വന്നിട്ട് നേരെ തിരിച്ച് കയറിപ്പോയി. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചില്ല. അതിനിടയിൽ ഒരാൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്ന് പറഞ്ഞ് പോകുന്ന കണ്ടു. പക്ഷേങ്കിൽ നമുക്ക് ഇവിടെ ക്ലോസിംഗ് ബേസിസിൽ നമുക്ക് എന്ത് പറ്റി? സ്റ്റോപ്പ് ലോസ് നമുക്ക് അടിച്ചില്ല. അത് മാത്രമല്ല, നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് ക്ലോസിംഗ് ബേസിസിലാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തോട് എല്ലാം പറഞ്ഞ് ഞാൻ ആവറേജ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അവർ ഇവിടെ ആവറേജ് ചെയ്ത് സുഖസുന്ദരമായിട്ട് നമുക്കിവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. ഏകദേശം 105, 110 ഒക്കെ 90, 95, 100 ഒക്കെ ഇറങ്ങിയവരുണ്ട്. അവരൊക്കെ ഞാനിവിടെ 100 ഇറങ്ങി ക്ലോസ് ചെയ്തു.
അപ്പം 60 നിന്ന് നമുക്ക് 100 വരെ കിട്ടി, 40 പോയിന്റ് കിട്ടി. അല്ലാതെ 80 നിന്ന് 100 വരെ പോയിന്റ് കിട്ടിയവരും ഉണ്ട്, 2 ലോട്ട് എടുത്തവരുണ്ട്. അത് അവരവരുടെ ഇഷ്ടം. ഓക്കെ, നമുക്ക് അവിടെ പ്രോഫിറ്റ് എന്തായാലും ബുക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ, നമ്മൾ സുന്ദരമായിട്ട് ഇറങ്ങിയപ്പോൾ അതിന് ശേഷം മാർക്കറ്റ് കുറച്ച് വീഴുന്നു, പിന്നെയും കയറുന്നു, കുറച്ച് വീഴുന്നു, പിന്നെയും കയറുന്നു. ഇത് ഹോൾഡ് ചെയ്ത് ഏകദേശം 145 വരെ കണ്ട് നമ്മൾ ഇത് പോയി. 145 വരെ കണ്ട് ആ പ്രീമിയം നമ്മൾ എടുത്തത് 80-ലാണ് നമ്മൾ ഓർഡർ ഇട്ടത്. 80-ൽ നിന്ന് നമ്മൾ 140 വരെ പോയി. 60-ൽ നിന്ന് എടുത്തവരുണ്ട്, 60 എടുത്തത്. പക്ഷേ നമുക്കത് നമ്മുടെ വിഷയമല്ലാവുന്നു. നമുക്ക് 40 പോയിൻറ്റ്, ഒരു 30 പോയിൻറ്റ്, 40 പോയിൻറ്റ് പറഞ്ഞാൽ നമുക്ക് വെരി ഹ്യൂജ് പ്രോഫിറ്റാണ്. നമുക്ക് അവിടം വരെ മതി. അത് നമ്മൾ 1 മണിക്കൂർ കൊണ്ട് പരിപാടി കഴിഞ്ഞു. നമ്മളിവിടെ ട്രേഡ് എടുത്തു ഇല്ലേ. നമുക്ക് നോക്കാം. 5, 10, 15, 20, 25, 30, 35, 40, 45 മിനിറ്റ് കൊണ്ട് നമ്മുടെ ട്രേഡ് കഴിഞ്ഞു. ശരിയല്ലേ? 45 മിനിറ്റ് കൊണ്ട് നമ്മുടെ ട്രേഡ് കഴിഞ്ഞ് നമ്മൾ സമാധാനമായിട്ട് നമ്മളിവിടുന്ന് ഇറങ്ങി. 10:40 നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇല്ലേ. നമ്മൾ 3 മണി 3:30 വരെ ടെൻഷൻ അടിച്ച് നോക്കിയിരുന്നാലേ നമുക്ക് ഇത്രയും കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ വീഴുമ്പോഴൊക്കെ നമുക്ക് ടെൻഷനാവും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? നമുക്കിവിടെ ഓൾറെഡി ആ 3/4 മണിക്കൂർ കൊണ്ട് 40 പോയിൻറ്റ് 30 പോയിൻറ്റ് കിട്ടി. അതുകൊണ്ട് നമ്മൾ പരിപാടി അവസാനിപ്പിച്ചു. അതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇത്രയും പറഞ്ഞതിൻ്റെ സാരം അവസാനം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിനാണ് ഷോർട്ട് കവറിങ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഷോർട്ട് കവറിങ് ആണ്. എന്താ സംഭവം എന്നറിയോ? മാർക്കറ്റ് ഇവിടെ വന്നിട്ട് അപ്പോൾ 12,700 ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. പ്രീവിയസ്ലി ഒരു റെസിസ്റ്റൻസ് ലെവലാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളെപ്പോലെ, എന്നെപ്പോലെ, നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഈ ലൈനും വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം മാർക്കറ്റ് എന്താ സംഭവിച്ചത്? ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് പൊട്ടിച്ച് മേലോട്ട് കയറി. മേലോട്ട് കയറി ആദ്യം ഇവിടെ 2 റെസിസ്റ്റൻസ് എടുത്തു. അപ്പോൾ മാർക്കറ്റ് ഇവിടെ തിരിച്ച് താഴോട്ട് വരുന്നുള്ള ധാരണയിൽ ആൾക്കാർ എന്ത് ചെയ്തു? ഇവിടെ പുട്ട് എടുക്കാൻ തുടങ്ങി. പുട്ടെടുക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ കോൾ റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഏരിയയിൽ. അപ്പം ഈ ഏരിയയിൽ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 10-20 പോയിൻറ്റ് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചായിരിക്കും ആൾക്കാർ ഇവിടെ പുട്ടെടുക്കുന്നത്. അപ്പം ആദ്യം ഒരു ക്യാൻഡിൽ വീണു, മേലോട്ട് വീണു, എന്നിട്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങി വരുന്ന ഒരു ടെൻഡൻസി കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും ആഹ്ലാദിക്കുന്നു. നമുക്ക് പുട്ട് ആക്റ്റീവായി ഇവിടുന്ന് താഴോട്ട് വരും. പിന്നെ ഗ്രാജുവലി മാർക്കറ്റ് പതുക്കെ താഴോട്ട് വന്നു. ഈ ലൈൻ ക്രോസ് ചെയ്ത് വീണ്ടും താഴോട്ട് വന്നു. അപ്പോൾ നമ്മളെല്ലാവരും പുട്ട് വീണ്ടും ഇവിടെ എടുത്തവരൊക്കെ വീണ്ടും ആഡ് ചെയ്യാൻ തുടങ്ങി. കാരണം എന്താ? മാർക്കറ്റ് ഇവിടുന്ന് പൊട്ടും. മനസ്സിലായി പറഞ്ഞ്? മാർക്കറ്റ് ഇവിടുന്ന് പൊട്ടുന്നുള്ളൊരു പ്രതീതി വരുത്തി തീർത്തിച്ചു. ഇത് പ്രത്യേകിച്ച് ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഒരു ബെയറിഷ് മർബോസ് പോലെ ഇവിടെ കാണുന്നത് അല്ലേ? ബെയറിഷ് മർബോസ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ആൾക്കാർ എന്ത് ചെയ്യും? ഇവിടെ ട്രേഡ് എടുക്കും, പുട്ടെടുക്കും, അല്ലെങ്കിൽ കോള് സെല്ല് ചെയ്യും. മാർക്കറ്റ് പൊട്ടുന്നു, താഴോട്ട് വരും ഉള്ള ടെൻഡൻസിയിൽ. അങ്ങനെ പുട്ട് ഇവിടെ എല്ലാവരും എടുത്തു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യും? ഇവിടെ ബാസ്ക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യും. ബാസ്ക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യിച്ചാൽ ഒറ്റയടിക്ക് പ്ലേസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, കുറേശ്ശെ ബാസ്ക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യും. അപ്പോൾ ആദ്യം ഒരെണ്ണം പ്ലേസ് ചെയ്തു, മേലോട്ട് കയറിപ്പോയി. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചില്ല. പിന്നെ മേലോട്ട് കയറിപ്പോയി, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വരെ വന്നപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസിൽ അടിക്കാൻ തുടങ്ങി. കാരണം ഇവിടെ ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ ഇവിടെ എടുത്തവരൊക്കെ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചേക്കുക. മനസ്സിലായി? അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കുമ്പോൾ ഇവിടെയൊക്കെ അടിക്കാൻ, അപ്പോൾ അല്ലെങ്കിൽ ഇത് ഈ ക്യാൻഡിൽ വന്നു കഴിയുമ്പോൾ ഇത് അടിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മാർക്കറ്റ് പിന്നെയും പതുക്കെ മേലോട്ട് കയറിപ്പോകും. കാരണം ഇവിടെ ഓരോ പുട്ട് എക്സിറ്റ് ആകുന്നു, അല്ലെങ്കിൽ കോൾ എക്സിറ്റ് ആകുമ്പോൾ ഇവിടെ ഒരു ഷോർട്ട് കവറിങ് നിങ്ങൾ ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം കവർ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? മാർക്കറ്റ് ഇവിടുന്ന് പതുക്കെ മേലോട്ട് കയറി. കാരണം ഇവിടെ വീണ്ടും ബൈ വരുമല്ലേ. നിങ്ങൾ പുട്ട് എക്സിറ്റ് ചെയ്യുമ്പോഴും ഇവിടെ ബൈ പ്രഷറാണ് വരുന്നത്. കോൾ എക്സിറ്റ് ചെയ്യുമ്പോൾ കോൾ സെല്ല് ചെയ്തവർ ഇവിടുന്ന് എക്സിറ്റ് ആകുമ്പോഴും പിന്നെ അവിടെ ഒരു ബൈങ് പ്രഷറാണ് വരുന്നത്. അങ്ങനെ മാർക്കറ്റ് പതുക്കെ ഗ്രാജുവലി മേലോട്ട് കയറിപ്പോയി. അങ്ങനെയാണ് ഇത് ഇത്രയും ഷോർട്ട് കവറിങ്, നമുക്കൊരു ഷോർട്ട് കവറിങ് കിട്ടാനുള്ള സാധ്യത. മാർക്കറ്റ് ഇവിടുന്ന് പൊട്ടി പിന്നെ മേലോട്ട് പോകാനുള്ള സംഗതി വന്നത്. ഇത് ഇവിടെ ഇത്രയും ക്ലോസിംഗ് ആണെങ്കിലും മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 12,724. 12,724 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് മാർക്കറ്റ്, ഏകദേശം ഇവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഇവിടെയാണ് മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്ത്, ഇത്ര താഴെയല്ല, ഇവിടെയാണ് ആക്ച്വൽ ക്ലോസിങ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് ഷോർട്ട് കവറിങ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് മാർക്കറ്റ് സെൽ ഓഫിലോട്ട് പോവുകയാണെന്ന് നമ്മൾക്ക് ഒരു പ്രതീതി ധ്വനിപ്പിച്ച് നമ്മളെ കൊണ്ടെല്ലാം ഇവിടുന്ന് പുട്ട് വാങ്ങിപ്പിച്ചിട്ട് അവസാനം ബാസ്ക്കറ്റ് ഓർഡർ ഇട്ട് ഇവന്മാർ മേലോട്ട് കൊണ്ടുപോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം അടിപ്പിക്കുക. അങ്ങനെ അടിപ്പിക്കുമ്പോൾ മാർക്കറ്റ് പിന്നെ മേലോട്ട് കയറിപ്പോവും. ഇതിനാണ് ഷോർട്ട് കവറിങ് എന്ന് പറയുന്നത്. ലാസ്റ്റ് മിനിറ്റിൽ അവസാന അരമണിക്കൂറിൽ ഇതാണ് ഇവിടെ മാർക്കറ്റിൽ സംഭവിച്ചത്. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങളോടൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാനിങ്ങനെ വരച്ചിട്ടുള്ളത്. ഇപ്പോൾ ഷോർട്ട് കവറിങ് എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി കാണും. അപ്പം ഇത്രയാണ് പറയാനുള്ളത്. അപ്പം ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ലാഭം പ്രോഫിറ്റ് എടുക്കാൻ പറ്റി. ഈ ആഴ്ചയിലെ എല്ലാ ദിവസവും നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി, ദൈവം സഹായിച്ച്. അതുകൊണ്ട് ഇനി അടുത്ത ആഴ്ചയും നമുക്ക് വളരെ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ മനസ്സും
പിന്നെ ട്രേഡുകളും ഒക്കെ വളരെ സൂക്ഷിച്ചും കണ്ട് മാത്രം കൈകാര്യം ചെയ്യുക. ട്രേഡിന് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക, അല്ലാത്തപ്പോൾ നമ്മൾ അനങ്ങാതിരിക്കുക. നമുക്കൊരു അവസരം എപ്പോഴാണോ വരുന്നത് ആ അവസരത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അവിടെയാണ് മാർക്കറ്റിൽ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ രാവിലെ മാർക്കറ്റ് തുടങ്ങുമ്പോൾ തന്നെയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്ന ഉടനെയാണ് അവിടെ നഷ്ടങ്ങളും നമുക്ക് വിചാരിക്കാത്ത മാർക്കറ്റ് നീങ്ങി പോവുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. മാർക്കറ്റ് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് അല്ലെങ്കിൽ സപ്പോർട്ടിലോട്ട് റെസിസ്റ്റൻസിലോട്ട് വന്നിട്ട് മാത്രം ട്രേഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. നമുക്ക് വീക്കിലി അനാലിസുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.